ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കും. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീന നമ്മുടെ ശരണിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശരണിയോട് പറയും, എല്ലാ മാസവും ഒരു ദിവസം ഞാൻ നിന്നെ കാണാൻ വരും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ ശരണിക്ക് വല്ലാത്ത സങ്കടമാണ്. ശരണി പറയും, ചേച്ചിയോട് ഉള്ളതായിരുന്നു എനിക്ക് സന്തോഷവും സമാധാനവും, എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനമൊക്കെ ചേച്ചിയായിരുന്നു. ഇപ്പോൾ ചേച്ചി പോവാന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരണ്യ പറഞ്ഞ് കരയാണ്. അപ്പോൾ അലീന പറയും, നീ അതൊന്നും ചിന്തിക്കണ്ട, ഞാൻ എല്ലാ മാസവും നിന്നെ കാണാൻ വരുന്നുണ്ടല്ലോ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നീ ജയിക്കുമ്പം ഞാൻ അവിടെ ജയിക്കും, നീ തോക്കുമ്പോൾ ഞാനും ഇവിടെ തോറ്റുപോകും. അതുകൊണ്ട് നിൻ്റെ ലക്ഷ്യം എന്താണെന്നോ നീ അതിൽ തന്നെ ഉറച്ചു നിന്ന് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ നീ ആ ലക്ഷ്യം നേടാൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് ശരണ്യയ്ക്ക് അലീന ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറയും, ഈ ഗിഫ്റ്റ് നിനക്കുള്ളതാണ്. ഇനി ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് കാണുമ്പോഴെല്ലാം നിൻ്റെ ലക്ഷ്യം നീ ഓർക്കണം, ആ ലക്ഷ്യം മറക്കരുത്, അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അത് കഴിയുമ്പോൾ ശരണ്യയുടെ അമ്മയുടെ കയ്യിൽ 2 ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയും, ഇതൊന്ന് അമ്മയ്ക്കുള്ള സാരിയാണ്, ഇതിലാണെങ്കിൽ അച്ഛനുള്ളൊരു ഷർട്ട്. അവരുടെ അമ്മ പറയും, അയ്യോ ഞങ്ങൾക്കിതൊക്കെ കാണുമ്പം വല്ലാത്ത സങ്കടം വരുന്നു. അപ്പോൾ അവരോട് പറയും, മകൾ തരുന്നതെന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ പോട്ടെ, നീയും കൂടെ വാ ബസ് സ്റ്റാൻഡ് വരെ, അതുവരെ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് ശരണ്യോട് പറയും. എന്നിട്ട് പിന്നീട് നമ്മുടെ നെടുമ്പുരയ്ക്കൽ നമ്മുടെ ബാലേട്ടൻ ഭവിതയെ വിളിക്കുകയാണ്. ഭവിതയെ അപ്പോൾ വന്നിട്ട് ചോദിക്കും, അച്ഛനെന്തിനാ വിളിച്ചേ? അതെ, എനിക്ക് ലെമൺ ടീ വേണം. കൃഷ്ണമോൾ വന്നില്ലേ? ഇല്ല അച്ഛാ, വരാൻ സമയമായി. കൃഷ്ണമോൾ വന്നു കഴിയുമ്പോൾ രോഹിയെ കൂടെ വിളിക്കണം. ആ ശരി അച്ഛാ. കൃഷ്ണമോളുടെ എക്സാം ഇന്ന് തീരുവാ അച്ഛാ, എൻ്റെ എക്സാം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബബിത കിച്ചണിലേക്ക് പോകും ലെമൺ ടീ എടുക്കാൻ. കൃഷ്ണമോൾ വരുമ്പോൾ ബാലേട്ടൻ ചോദിക്കും, നീ വന്നോ ഇത്ര നേരത്തെ? അപ്പോൾ ബബിത ബാലേട്ടന് ലെമൺ ടീയും കൊണ്ട് വരും. അപ്പോൾ പറയും, എനിക്കും കൂടെ എന്തെങ്കിലും കുടിക്കാൻ എന്താണെന്ന് കൃഷ്ണമോൾ പറയും. അപ്പോൾ ബബിത പറയും, എക്സാമിനോട് ഗുസ്തി പിടിച്ച് ക്ഷീണിച്ച് വരികയല്ലേ? കൃഷ്ണമോൾ അന്നേരം അലീന ചേച്ചീന്ന് വിളിക്കും. അപ്പോൾ ബാലേട്ടൻ പറയും, അലീന ഇവിടെ ഇല്ല, അലീന ശരണ്യെ കാണാൻ പോയി. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, തന്നോ? അന്നേരം ബാലേട്ടൻ പറയും, തനിയല്ലാതെ വേറെ ആര്? അപ്പോൾ കൃഷ്ണമോൾ പറയും, ഇന്നാളിലെ രോഹിത്തേട്ടനെയും കൊണ്ടല്ലേ പോയത്. അപ്പോൾ ബാലേട്ടൻ പറയും, അവൾക്കറിയാം ആരെയും കൊണ്ട് പോകണമെന്ന്. ബാലേട്ടൻ നമ്മുടെ കൃഷ്ണമോളോട് പറയും, നീ പോയി രോഹിയെ വിളിക്കുക. കൃഷ്ണമോൾ പോയി അവിടെ നിന്നിട്ട് ഉറക്കെ വിളിക്കും, രോഹിത്തേട്ടാന്ന്. ഇത് കേൾക്കുമ്പോൾ ബാലേട്ടൻ പറയും, ഇത് എന്ത് പാടി, നാട്ടുകാർ മൊത്തം കേൾക്കുന്ന, നിനക്കൊന്ന് പതുക്കെ വിളിച്ചൂടെ, നിനക്ക് മുകളിലോട്ട് പോയി വിളിച്ചൂടെ? അപ്പോൾ കൃഷ്ണമോൾ പറയും, അച്ഛാ എനിക്ക് മുകളിൽ വരെ കയറാൻ വയ്യ. അപ്പോൾ രോഹി അവിടെ നിന്ന് ചോദിക്കും, എന്തിനാ വിളിച്ചേ? അപ്പോൾ പറയും, ഇതാ അച്ഛൻ വിളിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങി വാ. അപ്പോഴാണെങ്കിൽ ബബിത കൃഷ്ണമോൾക്ക് ഒരു ലെമൺ ടീ കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് അച്ഛന് കൊടുത്തതിൻ്റെ ബാലൻസാണ്, അത് ഞാൻ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. കൃഷ്ണമോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹി ഇറങ്ങി വരും. അപ്പോൾ രോഹി അത് വാങ്ങിച്ച് കുടിക്കും. അപ്പോൾ ബാലേട്ടൻ പറയും, എടാ അത് അവൾ കുടിച്ചുകൊണ്ട് നിന്നതല്ലേ? അപ്പോൾ രോഹിത് അതങ്ങ് തിരിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ബാലേട്ടൻ പറയും, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അലീന നാളെ ഇവിടുന്ന് പോവുക, നിങ്ങൾ അവിടെ മുമ്പിൽ വിഷമമൊന്നും കാണിക്കരുത്. അപ്പം ബബിത ചോദിക്കും, നാളെയോ? അവളത് നേരത്തെ തീരുമാനിച്ച കാര്യമാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവൾ ഇവിടുന്ന് പോകുമെന്നുള്ളത്. നാളെ അവൾ പോകുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, അലീന ചേച്ചിയെ പിടിച്ചു നിർത്താനെ കൊണ്ട് ഒരു മാർഗ്ഗവും ഇല്ല അച്ഛാ. അപ്പോൾ ബാലേട്ടൻ കൃഷ്ണമോളോട് ചോദിക്കും, എല്ലാ കാര്യവും ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്ന നീ തന്നെയാണോ ഇത് പറയുന്നത്? അപ്പോൾ ബബിതയും രോഹിയൊക്കെ കൃഷ്ണമോളെ ഇങ്ങനെ നോക്കും. അപ്പോൾ രോഹി ചോദിക്കും, അച്ഛൻ പോയി തിരക്കിയ സ്ഥലത്ത് തന്നെയാണോ അലീന ചേച്ചി പോകുന്നത്? അന്നേരം പറയും, അവിടെ തന്നെയാണ് പോകുന്നത്, കുളത്തുപ്പുഴ. അവിടെ അവൾക്ക് സന്തോഷവും സമാധാനവും കിട്ടും ഇവിടുത്തേനേക്കാൾ, അവിടെ ഉള്ളവരെല്ലാം നല്ലവരാ എന്ന് ബാലേട്ടൻ പറയും. അപ്പോൾ ബബിത ചോദിക്കും, എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർ നല്ലവരായിരുന്നില്ലേ? അപ്പോൾ പറയും, നമ്മൾ നല്ലവരായിരുന്നില്ലല്ലോ, അവൾ നമ്മളെ ഓരോരുത്തരെയും നല്ലവരാക്കിയതല്ലേ. കൊല്ലപ്പള്ളി മനു വെളിയിൽ നിന്നിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു, അതിൽ നിന്ന് നമ്മുടെ അലീന ഇറങ്ങുന്നു. അപ്പോൾ മനു ചോദിക്കും, എന്നാ ധൈര്യമാ ഒറ്റയ്ക്കൂടെ വരാൻ, എന്താ വന്നത്? അന്നേരം പറയും, ഞാൻ യാത്ര പറയാൻ വന്നതാ. ആരോട്? മാഡത്തിനോട്, മുത്തശ്ശിയോടൊക്കെ. ഈ യാത്ര പറയുന്ന കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടോ? ഇവിടിപ്പം
ആൻറ്റിയുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, വല്യച്ഛനുണ്ട്. അമ്മയും രഞ്ജുവും കൂടി ഇല്ല. ഇതിലിപ്പോൾ ആരോടാണ് നിനക്ക് യാത്ര പറയേണ്ടത്? അതെനിക്ക് മാഡത്തിനോടാണ് യാത്ര പറയേണ്ടത് ആദ്യം. എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയും, രഞ്ജുവിൻ്റെ റൂമിലാണ് ആൻറ്റി ഇപ്പോൾ, അറിയാവല്ലോ, വാ മുകളിലാണ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് രണ്ടുപേരും അവിടെ ചെന്നിട്ട് ഡോറിൽ തട്ടും. ഡോറിൽ തട്ടുമ്പോൾ നമ്മുടെ വൈജാമാടം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടമൊക്കെ ഉണ്ട്. അവിടെ ചോദിക്കും, എന്താ മനു പറയും, ഇവക്കെന്തോ സംസാരിക്കണമെന്ന്. അപ്പോൾ വൈജ പറയും, എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ അലീന പറയും, എനിക്കാ മാഡത്തിനോട് സംസാരിക്കേണ്ടത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറിയിട്ട് അപ്പോൾ മനു പറയും, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസാ. അപ്പോൾ വൈജ പറയും, എനിക്ക് ഫസ്റ്റും ലാസ്റ്റും ഒന്നും ഇല്ല മനു. എന്നാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മനു അവിടുന്ന് ഡോറൊക്കെ അടച്ചങ്ങിറങ്ങിപ്പോവും. അപ്പോൾ പിന്നീട് വൈജ ചോദിക്കും, നീ എന്തിനാണ് വന്നത്? അത് ഞാൻ മാഡത്തിനെ കാണാനും യാത്ര പറയാനും വന്നതാണ്, ഞാൻ പോവുക നാളെ. അതിന് നീ എന്തിനാ എന്നോട് യാത്ര പറയണം? നീ എന്നോട് യാത്ര പറയേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ എന്നെ ഈ പരുവത്തിലാക്കിയത്, ഇനി നേരെ നിൽക്കാൻ വയ്യാത്ത രീതിയിലാക്കിയത്, എൻ്റെ ജീവൻ തന്നെ അപായപ്പെടുത്തിയത് എല്ലാം നീ തന്നെ. എന്നിട്ട് നീ എന്തിനാ യാത്ര പറയാൻ വന്നത്? മാഡം എന്നോട് ക്ഷമിക്കണം. അപ്പോൾ പറയും, ഞാൻ ഒരു കാലത്തും നിന്നോട് ക്ഷമിക്കില്ല, നീ എവിടെ പോയാലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജാമാടം തകർത്താടുകയാണ്. എൻ്റെ വീട് നീ വരുന്നതിന് മുമ്പ് നല്ലതായിട്ട് പോയതാണ്, സന്തോഷവും സമാധാനത്തോടെയും പോയതാണ് എൻ്റെ വീട്. നീ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാതെ നീ കഴക്കൂട്ടത്തുനിന്ന് ആനപ്പുറത്ത് കയറി നീ വന്നത് എനിക്ക് വേണ്ടിയാണോ വന്നത്? എൻ്റെ വീടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണോ നീ വന്നത്? എൻ്റെ വീടെന്താ മീനച്ചിലാറിൽ അങ്ങ് മുങ്ങിപ്പോകാൻ നിൽക്കുമായിരുന്നോ? അതോ ജപ്തി നോട്ടീസ് വന്ന് വീടങ്ങ് ജപ്തിയായി പോകുമായിരുന്നോ? എന്തിനു വേണ്ടിയാണ് നീ എനിക്ക് വേണ്ടിയാണ് നിൽക്കാൻ വന്നതെന്ന് പറഞ്ഞത്? അങ്ങ് തകർത്താടുകയാണ് നമ്മുടെ വൈജാമാടം. എൻ്റെ വീട്ടിൽ കാലെടുത്ത് കുത്തിയതിന് ശേഷം എൻ്റെ വീട് അങ്ങനെ ആയത്, എൻ്റെ കുടുംബം തല്ലിപ്പിരിഞ്ഞത്, എൻ്റെ ജീവന് പോലും അപകടം സംഭവിച്ചത്, എനിക്ക് നേരെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായത്. എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നോ? നീ എവിടെ പോയാലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞ് നല്ല രീതി തകർത്താടുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ മാഡത്തിനോട് കാര്യം പറയാനാണ് വന്നത്. അച്ഛനോട് പഴയ അഹങ്കാരത്തോടും ഗർവോടു കൂടി പെരുമാറാൻ നിൽക്കരുത്. മക്കൾ പറയുന്നത് കേട്ട് നല്ല രീതി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അച്ഛൻ ക്ഷമിച്ചും സഹിച്ചും അടിത്തട്ടിൽ വരെ എത്തി നിൽക്കുന്ന മനുഷ്യനാണ്. ഞാനിവിടെ പോയിക്കഴിഞ്ഞാൽ അച്ഛൻ തകരും. അതുകൊണ്ട് അച്ഛനോട് പഴയ രീതിയിലുള്ള ഗർവവും അഹങ്കാരത്തോടും കൂടി മാഡം പെരുമാറരുത്. അച്ഛൻ എന്തു പറഞ്ഞാലും അതിന് വില കൊടുക്കണം. മക്കൾ പറയുന്നതും കേൾക്കണം. എന്നിട്ട് അച്ഛനോട് നല്ല രീതിയിൽ പെരുമാറും. ഇത് കേൾക്കുമ്പം വൈജ പറയും, കഴിഞ്ഞ 22 വർഷം ഞാൻ ആ മനുഷ്യനോട് കൂടെ ജീവിച്ചതാണ്. നീ എന്നെ പഠിപ്പിക്കണ്ട എൻ്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്നുള്ളത്. അപ്പോൾ അലീന പറയും, ആ 22 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് മാഡം ജീവിച്ച ജീവിതമുണ്ടല്ലോ, ആണൊരുത്തൻ്റെ കൂടെയുള്ള ജീവിതം, അത് ഓർമ്മ വെച്ച് വേണം അച്ഛനോടിനിയും പെരുമാറാൻ. അപ്പോൾ അത് കേട്ട് വൈജി അങ്ങ് ഞെട്ടി വിറയ്ക്കുകയാണ്. എല്ലാം കൈവിട്ടു പോയ രീതിയിലുള്ള ആ നിൽപ്പും. അപ്പോൾ അലീന പറയുന്നുണ്ട്, തലയ്ക്കടിയേറ്റ് വീണ് കഴിഞ്ഞാൽ തറയിന്ന് പിന്നെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല, തല പൊക്കാൻ പറ്റത്തില്ല, പിന്നീട് നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും, കുടുംബം തന്നെ ഇല്ലാതാകും. അത് ഓർമ്മ വേണം, അത് ഓർമ്മ വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോൾ വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ വരും എപ്പിസോഡുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.